Hi friends, welcome back to our channel. ഇത് നല്ലൊരു അവിയലിന്റെ റെസിപ്പിയാണ്. ഓണത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു അവിയലിന്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ട പച്ചക്കറികൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള, 2 പൊട്ടറ്റോ, ഒരു കായ, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ചേന, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എടുത്ത പച്ചക്കറി എല്ലാം തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ പച്ചക്കറിയെല്ലാം ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം പാനിലേക്ക് ഒന്ന് മാറ്റി കുക്ക് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾ കുക്കായി കിട്ടുന്നതിന് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ എല്ലാം കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ 1/4 കപ്പ് അളവിൽ തേങ്ങയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളകാണ് വേണ്ടത്. വറ്റൽമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ ഇളം ചൂടുവെള്ളം 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് അരപ്പ് റെഡിയാക്കി ഇട്ടേണ്ടത്. നമുക്കിനി വെജിറ്റബിളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വെജിറ്റബിൾ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പും കൂടെ ചേർത്തതിന് ശേഷം വെജിറ്റബിൾസൊക്കെ ഒന്ന് ഉടഞ്ഞു പോവാതെ ഒന്ന് കവർ ചെയ്ത് മസാല ഒന്ന് കവർ ചെയ്ത് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കണം. ഇനി മൂടിയും തുറന്നു നോക്കാം. ഞാൻ എടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വെജിറ്റബിളൊക്കെ ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. വെജിറ്റബിളൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവിയൽ. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുന്നത് വേണ്ട, നന്നായിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അവിയൽ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് നോക്കണം. നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.